കേരളത്തിന്റെ എക്കാലത്തെയും സ്വപ്ന പദ്ധതിയായ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായി ഡിവൈഎഫ്ഐ വീണ്ടും രംഗത്ത് വന്നു. പദ്ധതി കേന്ദ്ര ബജറ്റിൽ തുടർച്ചയായി അവഗണിക്കപ്പെടുന്നതിനിടെയാണ് പ്രതിഷേധമുണ്ടായത്. പ്രതീകാത്മകമായി കോച്ച് ഫാക്ടറിയുടെ ശവമഞ്ചവുമായിട്ട് ഡിവൈഎഫ്ഐ ഇന്ന് പ്രതിഷേധിച്ചു. പദ്ധതിക്കായി UDF എംപിമാരുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. 2012 തറക്കല്ലിട്ട പദ്ധതി എവിടെയും എത്തിയില്ല. പദ്ധതിക്കായി പരാതികളില്ലാതെ LDF സർക്കാർ ഏറ്റെടുത്ത 239 ഏക്കർ ഭൂമി കാടുകയറി ആനക്കൂട്ടത്തിന്റെ സ്വൈര്യവിഹാര കേന്ദ്രമായി മാറി. ചുരുക്കി പറഞ്ഞാൽ പദ്ധതി പ്രതീക്ഷിച്ച നാട്ടുകാർക്ക് അത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, പദ്ധതി ഭൂമി തലവേദനയായി മാറുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിഷേധം ശക്തമാക്കി ഡിവൈഎഫ്ഐ രംഗത്തെത്തിയത്. കോച്ച് ഫാക്ടറിക്ക് വേണ്ടി ശബ്ദിക്കാൻ 5 വർഷമായിട്ടും പാലക്കാടിന്റെ MP സാധിച്ചില്ലെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രധാന ആരോപണം. കേന്ദ്രത്തിന്റെ പദ്ധതിയോടുള്ള താല്പര്യമില്ലായ്മയിലും വിമർശനം. അന്ന് തറക്കല്ലിട്ടതിന് ഇന്ന് 12 വർഷം പൂർത്തിയാകുകയാണ്. ഈ 12 വർഷ കാലയളവിനൊടുവിൽ ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിനകത്തിരിക്കുന്ന കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലൊന്നും പാലക്കാടിൻ്റെ ഈ ആവശ്യം അംഗീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് അവർ സ്വീകരിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. തറക്കല്ലിട്ടതിന്റെ 12ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിലുടനീളം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ബെമലുമായി ചേർന്ന് കോച്ച് ഫാക്ടറി സ്ഥാപിക്കാൻ ഇനിയും സാധ്യതകൾ ഉണ്ടെന്നിരിക്കെ അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുന്നത്. 24 പാലക്കാട്.